കഥ മരുമകൾ. രചന ഗംഗാശലഭം. നെറ്റിയിൽ മൃദുവായൊരു ചുംബനം. ശരിക്കും ആ ചുണ്ടുകൾ എൻ്റെ നെറ്റിയിൽ തൊട്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. എന്നിട്ടും എൻ്റെ ദേഹമാകെ കുളിര് കോരി. ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്നതുപോലെ മിടിച്ചുയരുന്നുണ്ട്. രോമങ്ങളൊക്കെ അറ്റൻഷനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ഒരു തരിപ്പ്. അത് തീരും മുന്നേ ഹരിയേട്ടൻ തിരിഞ്ഞു കിടന്നിരുന്നു. പതിയെ, വളരെ പതിയെ എൻ്റെ ഹൃദയമിടിപ്പ് സാവധാനമായി. ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അരിയിൽ കിടക്കുന്ന മനുഷ്യനോട് വല്ലാത്തൊരിഷ്ടം തോന്നി എനിക്ക്. പ്രണയം. ഹൃദയം നിറഞ്ഞു തുളുമ്പും പോലെ. സത്യത്തിൽ പേടിയായിരുന്നു എനിക്ക്. വിവാഹത്തോടടുപ്പിച്ച് എൻ്റെ കൂട്ടുകാരി ഗായത്രി പറഞ്ഞതൊക്കെ അത്തരം ചിലതായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ അവളുടെ അനുവാദം പോലും ചോദിക്കാതെ, താല്പര്യമറിയാതെ ഫിസിക്കലി യൂസ് ചെയ്ത അവളുടെ ഭർത്താവിനെക്കുറിച്ച് അവൾ പറയുമ്പോൾ പേടിയോടെയാണ് കേട്ടിരുന്നത്. എനിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന പേടി. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഓരോ ദിവസവും ഈ മുറിയിലേക്ക് കയറുമ്പോൾ പേടിയായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഒരു ഉമ്മ തരാൻ പോലും അനുവാദം ചോദിക്കുന്ന ഒരാളിനെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ പ്രണയിക്കാതിരിക്കാൻ കഴിയുന്നത്? എനിക്ക് കുറേ വൈകിയാണ് ഉറക്കം വന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനും വൈകിയെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോളം. ഹരിയേട്ടൻ ഇന്ന് കോളേജിൽ പോകണം. അതുകൊണ്ട് ധൃതി പിടിച്ചാണ് അടുക്കളയിലേക്ക് ചെന്നത്. അമ്മ തേങ്ങ ചിരകി അരച്ച് കാണും. ഞാൻ ലേറ്റായത് ഇഷ്ടമാകില്ലേ, ദേഷ്യപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചാണ് പോയത്. ചെന്നപ്പോഴുണ്ട് അമ്മ ഡൈനിങ് റൂമിൽ ഇരിക്കുന്നു. മോൾ ഉറങ്ങിപ്പോയോ? ചിരിയോടെ ചോദിച്ചു. സോറി അമ്മ, ഞാൻ മടിയോടെ പറഞ്ഞു തുടങ്ങിയതും അതിനിപ്പോൾ എന്താ, മോള് ചെന്ന് തേങ്ങ ചിരകി അരച്ചു വയ്ക്ക്. തോരനും അവിയലിനും മതി, ഒഴിക്കാൻ രസമോ ഉണ്ടാക്കിയത് എന്ന് അമ്മ പറഞ്ഞു. തേങ്ങ ചിരകുന്നതൊക്കെ എൻ്റെ ഡ്യൂട്ടിയല്ലേ, അതുകൊണ്ട് അമ്മ അത് ചെയ്തിട്ടില്ല എന്ന്. തേങ്ങ ചിരകി അരച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പോയി അയൺ ചെയ്തു എന്ന പതിവ് ഡയലോഗ് വന്നു. ഞാൻ റൂമിലേക്ക് നടന്നു. അയൺ ചെയ്യാനില്ല എന്ന് എനിക്കല്ലേ അറിയൂ. ഹരിയേട്ടൻ കോളേജിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വയറുവേദന തുടങ്ങി. എനിക്ക് ടെൻഷനും. അതുതന്നെ, സാഹിത്യപരമായി പറഞ്ഞാൽ ആ ചുവന്ന ദിനങ്ങൾ. വീട്ടിലിങ്ങനെ വന്നാൽ പിന്നെ അച്ഛമ്മ എന്നെ ഒന്നും തൊടിയിക്കില്ല. കട്ടിലിൽ കിടക്കാൻ പാടില്ല എന്ന് ഉപയോഗിക്കുന്ന തലയണ, ഷീറ്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്തിന്, ആ ദിവസങ്ങളിൽ ആഹാരം കഴിക്കാൻ പോലും പ്രത്യേകം പാത്രം എടുത്ത് വച്ചിട്ടുണ്ട്. 100 കൂട്ടം നിയന്ത്രണങ്ങളാണ്. അവിടെയും അങ്ങനെയാണോ എന്തോ. പേടിച്ചാണ് അമ്മയോട് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉറങ്ങിയാൽ എണ്ണീറ്റ് കുളിച്ചേക്കണം. ഇന്നിപ്പോൾ കുളിച്ചിട്ട് ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പൂജാമുറിയിൽ കയറണ്ട, പുറത്ത് നിൽക്കണ തുളസിയുടെ അടുത്തോട്ട് പോണ്ട, അത്രേ ഉള്ളൂ, അമ്മ നിസ്സാരമായി പറഞ്ഞു. അപ്പോൾ രാത്രി ബെഡിൽ കിടക്കാവോ? പിന്നെന്താ, ഇതൊക്കെ ദൈവം പെണ്ണുങ്ങൾക്ക് വച്ചിട്ടുള്ളതല്ലേ. ദൈവങ്ങൾക്ക് പോലും ഉണ്ടെന്നാ പറയണത്. അങ്ങനെ പറഞ്ഞിട്ട് ഋതുമതിയാകുമ്പോൾ ശ്രീകോവിലിൽ നിന്നും പുറത്ത് എഴുന്നള്ളിച്ചിരുത്തുന്ന ഒരു ദേവിയുടെ കഥയും അമ്മ പറഞ്ഞു തന്നു. സത്യത്തിൽ എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. വീട്ടിലെ പോലെ ആവുമെന്ന് കരുതിയതല്ലേ, അങ്ങനെയല്ലല്ലോ എന്ന സമാധാനം. വയറുവേദന എന്ന് പറഞ്ഞതുകൊണ്ട് പാത്രങ്ങളൊക്കെ അമ്മ തന്നെ കഴുകി വെച്ചു. വേദന മാറിയിട്ട് വീടൊക്കെ തൂത്താൽ മതിയെന്ന് പറഞ്ഞു. ഒന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. കിടന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ, എഴുന്നേൽക്കുമ്പോൾ പിന്നെയും കുളിക്കണ്ടേ. അതുകൊണ്ട് കിടന്നില്ല, ബെഡിൽ ചാരിയിരുന്നു. വീട്ടിലാണെങ്കിൽ കിടക്കാം, ഉറങ്ങാം, പണിയൊന്നും ചെയ്യണ്ട, അച്ഛമ്മ ഒന്നിലും തൊടിയിക്കില്ലല്ലോ. പക്ഷെ സ്വാതന്ത്ര്യമില്ല. ഇവിടെ അതുണ്ട്. അതാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ട് കിടക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാനങ്ങ് സഹിച്ചു. പിറ്റേന്ന് ശനിയാഴ്ച. ഹരിയേട്ടൻ അവധിയാണ്. അതുകൊണ്ട് 6 മണിയായി ഉണർന്നപ്പോൾ. സാവധാനം കാപ്പികുടിയൊക്കെ കഴിഞ്ഞു. അമ്മ അമ്പലത്തിൽ പോയി. ഉച്ചദീപാരാധന 10 മണിക്കാണ്. അതുകൂടി തൊഴുതിട്ടേ വരൂ. അതുകൊണ്ട് കഴിച്ചിട്ടാണ് പോകാറ്. ഇവിടെ അടുത്ത് വിഷ്ണു ഭഗവാന്റെ അമ്പലമുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അമ്മ ഉച്ചദീപാരാധന തൊഴാൻ പോകും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഉച്ചത്തേക്കുള്ള തേങ്ങ ചിരകി വെക്കാമെന്ന് കരുതിയപ്പോഴാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. നോക്കുമ്പോൾ തോരനുള്ളത് അമ്മ അരിഞ്ഞു വെച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ തോരൻ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ ഹരിയേട്ടൻ വന്നെൻ്റെ തോളിൽ കൈയിട്ടു. രാത്രി ഉമ്മ ചോദിക്കുമ്പോഴേ ചമ്മലുള്ളൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്താ പരിപാടി? തോരൻ ഉണ്ടാക്കുക. തനിക്കിതൊക്കെ അറിയോ? എക്സ്പേർട്ടല്ല, അതൊക്കെ വഴി ആയിക്കോളും. ഹരിയേട്ടൻ എൻ്റെ കൂടെ നിന്നു. അമ്മ വന്നാൽ ഇപ്പം എന്നെ ഓടിച്ചു വിടും. എൻ്റെ അടുക്കളയിൽ കയറ്റില്ല. ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല അത്രേ. അമ്മയ്ക്ക് ചില വിശ്വാസങ്ങളുണ്ട്. പലതും പഴഞ്ചന.
ചിലതൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കിയതും. അതൊക്കെ ഇനി ദൈവം തമ്പുരാൻ വന്നു പറഞ്ഞാലും മാറാൻ പോണില്ല. വെറുതെ നമ്മൾ പറഞ്ഞ് മുഷിയുമെന്നല്ലാതെ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്കത് ഏതാണ്ട് ബോധ്യപ്പെട്ട് വരുന്നുണ്ടല്ലോ. തോരൻ അത്ര പാടുള്ള പണിയല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങൾ വരാന്തയിൽ ചെന്ന് കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും അമ്മ വന്നു. അമ്മ അമ്പലത്തിൽ പോയി വന്ന കുറച്ച് സമയം ഭാഗവതമോ നാരായണീയമോ ഒക്കെ വായിച്ചിരിക്കും. അത് കഴിഞ്ഞേ അടുക്കളയിൽ കയറാറുള്ളൂ. ഇന്നും അമ്മ വന്ന് അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചു വന്ന് നാരായണീയം എടുത്തതും ഹരിയേട്ടൻ പറഞ്ഞു, ഒരാള് അമ്മയ്ക്ക് സർപ്രൈസ് തരാനായിട്ട് തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ഞപ്പൊടി ഇല്ലാതെയാ ഉണ്ടാക്കി വെച്ചേക്കണത്. എടുത്തടിച്ചതുപോലെ ഒരു പറച്ചിലും കയ്യിലെടുത്ത നാരായണീയം അവിടെ തന്നെ വെച്ചിട്ട് വെട്ടിത്തിരിഞ്ഞൊരു പോക്കും. ഞാൻ ഫ്രീസായിപ്പോയി. സത്യത്തിൽ എൻ്റെ വീട്ടിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ കൂടി മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിയെടുക്കും. ഇവിടെ വറ്റൽമുളകൊക്കെയല്ലേ അരയ്ക്കുന്നതും അമ്മിക്കല്ലിൽ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉണ്ടാക്കാൻ നേരമേ ചേർക്കൂ. ഉപ്പ് ചേർത്തു, മഞ്ഞൾ ചേർക്കാൻ ഞാൻ വിട്ടുപോയി. പാചകം അമ്മയുടെ ഏരിയയാണല്ലോ. അവിടെ ഞാൻ കൈകടത്താൻ നോക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് ഓരോന്ന് ചോദിച്ചു. അല്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കാനും മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മയോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. അമ്മയ്ക്കത് ഇഷ്ടമായില്ല. അമ്മയുടെ പ്രതിഷേധം അറിയിച്ചു. അതവിടെ തീർന്നു. അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അമ്മ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പെരുമാറാത്ത സ്വഭാവക്കാരിയായിരിക്കും. എന്തായാലും ഞാൻ പേടിച്ചതുപോലൊന്നും ഉണ്ടായില്ല. ആ പ്രശ്നം അവിടെ തീർന്നതുപോലെ തന്നെയായിരുന്നു അമ്മയുടെ പിന്നീടുള്ള പെരുമാറ്റം. വൈകിട്ട് പുറത്തു പോകുമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് രാജേഷ് ഏട്ടൻ ഹരിയേട്ടനെ എന്തോ ആവശ്യത്തിന് വിളിക്കുന്നത്. അങ്ങനെ ഔട്ടിംഗ് ക്യാൻസൽ ചെയ്ത് ഹരിയേട്ടൻ കൂട്ടുകാരൻ്റെ കൂടെ പോയി. ഞാൻ ചായ കുടിയും കഴിഞ്ഞ് അമ്മയുടെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കഥകളും കേട്ട് അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് അതാ വരുന്നു അമ്മയുടെ കൂട്ടുകാരി ലോലമാമി. അതോടെ ഞാൻ ഔട്ടായി. അവരാരുടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പകുതിയും കുറ്റങ്ങളാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ആ നാട് മുഴുവൻ കവർ ചെയ്തു എന്ന് തോന്നുന്നു. എനിക്കാണേ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു ശല്യത്തിനും വരാത്ത ആൾക്കാരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. എൻ്റെ അച്ചമ്മയും ഈ മാമിയെപ്പോലെ തന്നെയായിരുന്നു. നാട്ടുകാരുടെ മുഴുവൻ കുറ്റവും പറയും. അത് കേട്ട് കേട്ട് ചെവി മരവിച്ച് പോയതുകൊണ്ടാവാം എനിക്കിപ്പോൾ അത് കേൾക്കുമ്പോഴേ തല പെരുക്കും. എണ്ണീറ്റ് പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ എണ്ണീറ്റ് പോയാൽ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയെങ്കിലോ. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ചേച്ചി അറിഞ്ഞോ? എന്താ ലോലെ? അമ്മയ്ക്ക് വല്ലാത്ത ആകാംക്ഷ. ശോഭനയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. ആണോ? എവിടുന്നാ പയ്യൻ? വർക്കല അങ്ങോട്ടെങ്ങാണ്ട. ചെറുക്കന് ജോലി കുവൈറ്റിലാ. ഇവരെപ്പോലെ തന്നെ വലിയ പണക്കാരാന്നാ കേട്ടത്. ഇവിടുത്തെ ഹരിക്ക് വേണ്ടി ആലോചിച്ചതല്ലേ ആ കൊച്ചിനെ. എന്ത് ചെയ്യാ, ജാതകം ചേരണ്ടേ. അമ്മയ്ക്ക് നിരാശ. നല്ലതായിരുന്നു, പൂത്ത കാശല്ലേ. പോരാത്തതിന് ആ കൊച്ചു ഡോക്ടറും. ലോലമാമി എന്നെ ഒന്ന് ഉളി കണ്ടിട്ട് നോക്കി. അതുമാത്രമല്ലല്ലോ, ആ അംബിക ടീച്ചറിന്റെ മോളെ ആലോചിച്ചതല്ലേ. എല്ലാവരും ഇങ്ങോട്ട് വന്നാ ചോദിച്ചത്. ഇവൻ്റെ ഇത് ശുദ്ധ ജാതകമല്ലേ, അതാ ഒന്നും ചേരാതെ പോയത്. അമ്മ നെടുവീർപ്പിട്ടു. അത്രയും തങ്കപ്പെട്ട സ്വഭാവമല്ലേ നമ്മുടെ കൊച്ചിൻ്റെ. അതാ ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്. എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടോ? ഏഹേ, ഞാൻ അങ്ങനെ അവനെ വളർത്തിയത്. അതുമല്ല, സ്വത്ത് ഇത്തിരി കുറവാണേലും നല്ല ജോലിയല്ലേ. കയറിയിട്ടിപ്പോൾ 2 കൊല്ലേ ആയുള്ളൂ. എന്നാലും 50,000-ന് പുറത്തല്ലേ ശമ്പളം. അല്ലേലും ആൺപിള്ളേർ സ്വത്തൊക്കെ ആര് നോക്കാനാ? എനിക്കെന്തോ അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത, നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം. എണ്ണീറ്റ് പോയാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ കൂടെ ഇരിക്കുമ്പോഴെങ്കിലും ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാതിരുന്നൂടെ എന്ന് തോന്നിപ്പോയി എനിക്ക്. കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് ലോലമാമി എണ്ണീറ്റ് പോയി. അവർ പോയി കഴിഞ്ഞതും ഹരിയേട്ടന് വന്ന കൊമ്പത്തുള്ള ആലോചനകളുടെ ഒരു നീണ്ട നിര തന്നെ അമ്മ എൻ്റെ മുമ്പിൽ നിരത്തി. ഈ ശോഭനയുടെ മോളിലെ ഇച്ചിരി വണ്ണമുണ്ട്, എന്നാലും നല്ല സുന്ദരി കൊച്ചാ. ശോഭനയ്ക്ക് വലിയ താല്പര്യമായിരുന്നു ഹരിയെ കൊണ്ട് ആ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ. ശോഭന മാത്രമല്ല, വേറെയും കുറേ പേര് ചോദിച്ചതാ ഹരിക്ക് വേണ്ടി. അവനും അവൻ്റെ അച്ഛനും ഒക്കെ ജോലിയുള്ള കൊച്ചിനെ നോക്കിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അവൻ്റെ ശുദ്ധജാതകമല്ലേ, ഒന്നും ചേർന്നില്ല. ഇതിപ്പോൾ മോളുടേത് ശുദ്ധജാതകം ആയോണ്ടാണ് ചേർന്നത്. കുറേ നോക്കിയിട്ട് ഒന്നും ഒത്തുവരാതായപ്പോൾ ഞാനാ പറഞ്ഞേ, ഇനിയിപ്പോൾ വലിയ ആൾക്കാരെ ഒന്നും നോക്കണ്ട, സ്വത്തും പണവും ഒന്നും ഇല്ലാത്ത പാവം പിടിച്ച പിള്ളേരെ വല്ലതും നോക്കിയാൽ മതിയെന്ന്. അതാവുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമല്ലോ. അപ്പോഴും അച്ഛന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മക്കൾക്ക് അറിഞ്ഞൂടെ, അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ കളക്ടറും ഡോക്ടറും ഒക്കെയാണ്. അപ്പോൾ പിന്നെ സ്വന്തം മോൻ അങ്ങനെ വല്ലതും നോക്കണമെന്ന് തോന്നിക്കാണും.
എനിക്ക് കരച്ചിൽ വന്ന് തൊണ്ടയിൽ തട്ടി. എന്താ അവരീ പറഞ്ഞത്? അവരുടെ ഔദാര്യമാണ് ഈ കല്യാണമെന്നല്ലേ? എനിക്ക് അർഹതയില്ലാത്തത് എന്തോ അവർ ദാനം തന്നെന്ന്. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ കേട്ട് ഞാൻ നിൽക്കണമെന്ന്. അങ്ങനെയല്ലേ? അതോ ഇതൊക്കെ എൻ്റെ ഓവർ തിങ്കിങ് ആണോ? അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പണ്ടേ ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന കൂട്ടത്തിലാണ്. പക്ഷേ മക്കളുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനി വേറൊന്നും നോക്കണ്ട, ഇത് മതിയെന്ന്. ഹരി എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിച്ചു, ഇത് വേണോ അമ്മ, നമുക്ക് വേറെ നോക്കിക്കൂടെയെന്ന്. അവൻ PhD ചെയ്ത ഗൈഡില്ലേ, ആ സാറ് ചോദിച്ചെന്ന്. അങ്ങേർക്ക് ഇവൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. പഠിക്കാനൊക്കെ മിടുമിടുക്കനല്ലായിരുന്നോ? അങ്ങേരേതോ 1-2 പിള്ളേരെ നോക്കി വച്ചിരുന്നെന്ന്. മക്കളുടെ ആലോചന പറഞ്ഞപ്പോൾ അങ്ങേർക്ക് എന്തോ താല്പര്യക്കുറവ്. അങ്ങേര് ഓരോന്ന് പറഞ്ഞപ്പോൾ ഹരിക്കും എന്തേലും തോന്നിക്കാണും. അതാ അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് മരുമോളായിട്ട് ഈ കൊച്ചിനെ മതി, വേറെ നോക്കണ്ടാന്ന്. കൂടുതൽ അമ്മയെ പറയിക്കാൻ സമ്മതിക്കാതെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അമ്മ എണ്ണീറ്റു പോയി. ഞാൻ റൂമിലേക്ക് ഓടി. കേട്ടതൊക്കെ തന്നെ എനിക്ക് ധാരാളമായിരുന്നു. കട്ടിലിൽ കിടന്ന് കുറേ കരഞ്ഞു. എന്നിട്ട് നെഞ്ചു വിങ്ങുന്നു. കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്നപ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടി. മുഖം കഴുകി വെളിയിൽ ചെന്നു. കരഞ്ഞതറിയുമോ ആവൂ. മക്കളിത് എവിടെ പോയതാ? അതിയായ സ്നേഹത്തോടെയാണ് ചോദ്യം. എൻ്റെ അമ്മ വിളിക്കാറുള്ളത് പോലെ. മക്കളെന്നേ വിളിക്കാറുള്ളൂ, എൻ്റെ അമ്മയെപ്പോലെ. മണി 7 സീരിയൽ തുടങ്ങി കാണും. TV ഇടട്ടെ, മോള് കാണാൻ വരുന്നോ? ഞാൻ ഇല്ലമ്മ എന്ന് പറഞ്ഞതും തേണ്ട സീരിയൽ തുടങ്ങാൻ നേരമായി. TV ഇടാതെ എവിടെ പോയി കിടക്കുക എന്നും ചോദിച്ച് അച്ഛനോട് ചൂടായിക്കൊണ്ട് അമ്മ TV റൂമിലേക്ക് പോയി. ഞാൻ പിന്നെയും എൻ്റെ റൂമിലേക്ക് നടന്നു. ഇതൊക്കെ എങ്ങനെ കള്ളത്തരമാകും? ചുമ്മാ ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. ചിലപ്പോൾ അമ്മ പറഞ്ഞതുപോലെ അച്ഛനും ഹരിയേട്ടനും ജോലിയുള്ള കുട്ടിയെ മതിയെന്നുണ്ടായിരുന്നിട്ടുണ്ടാവും. അതാവും ചിലപ്പോൾ അച്ഛൻ എന്നോട് അധികം മിണ്ടാത്തത്. ഞാൻ അമ്മയ്ക്ക് മറുപടി കൊടുത്തില്ല. തെളിച്ചമില്ലാത്തൊരു ചിരി ചിരിച്ചു. എനിക്ക് സീരിയലിനോടൊന്നും പണ്ടേ താല്പര്യമില്ല. റൂമിൽ ചെന്നിരുന്നപ്പോൾ വല്ലാതെ ബോറടിച്ചു. കുറേ നേരത്തെ കേട്ടതൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടന്ന് നീറുന്നുണ്ട്. റൂമിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ബുക്സും പേപ്പറുകളും അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന ഹരിയേട്ടൻ ചിലപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് കാണാം. ഞാൻ ടേബിളിൻ്റെ ചെയറുകളിൽ ഒന്നിൽ ചെന്നിരുന്നു. ടേബിളിന് മുകളിൽ നിന്നും ഒരു വൈറ്റ് പേപ്പറും പെൻസിലും എടുത്തു വെച്ചു. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് കവിത എഴുതുന്ന അസുഖം ഉണ്ടായിരുന്നു. വെറുതെ ഇരുന്നോ പഠിച്ചോ ഒക്കെ ബോറടിക്കുമ്പോൾ 4 വരി എഴുതി വയ്ക്കും. എൻ്റെ അമ്മയും മീനുവും മധുവും അല്ലാതെ വേറെ ആരും അതൊന്നും കണ്ടിട്ടില്ല. മീനുവിന് എൻ്റെ കവിതകൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഞാൻ എഴുതുന്നതൊക്കെ എടുത്ത് FBയിൽ സ്റ്റാറ്റസ് ഇടും. എൻ്റെ പേര് വയ്ക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അടിയിടുന്നത് കൊണ്ട് പേര് വയ്ക്കില്ല. കടപ്പാടെന്ന് വയ്ക്കുന്നത് കാണാം. ചുമ്മാ ഓരോന്ന് കുത്തിക്കുറിച്ചിരുന്ന് ടേബിളിൽ തലവെച്ച് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ആരോ ചേർന്നിരിക്കുന്നത് അറിഞ്ഞാണ് ഞെട്ടിപ്പിടഞ്ഞ് കണ്ണു തുറന്നത്. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.